കഴിഞ്ഞപ്പോഴത്തേനും അവരവിടെ കിടന്ന പെണ്ണുങ്ങളെല്ലാവരും കൂടെ ചീറി നിന്ന് ഇവരുടെ നാട്ടുകാരോട് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നവരും ഈ വണ്ടിയെ വന്നവരും തമ്മിൽ എന്തോ തർക്കം നടക്കുന്നതായിട്ട് കണ്ട. കടക്കാരുമായിട്ടാണോ പ്രശ്നം, ആരുമായിട്ടാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ കടക്കാരുമായിട്ട് പ്രശ്നമില്ല. അവിടെ കഴിച്ചുകൊണ്ടിരുന്നവര് എന്തോ പറഞ്ഞ് അവർ തമ്മിൽ തർക്കമായതാന്നാ പറഞ്ഞത്. HDFC ബാങ്കിൻ്റെ CCTV ഉണ്ട്. ആ വണ്ടി ആക്രമിച്ചു എന്നൊക്കെ പറയുന്നു. വണ്ടി ആക്രമിച്ചോ ഇല്ലെന്നുള്ള ആ CCTVക്കകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഒന്ന് ചോദിച്ചു ഞാൻ മനസ്സിലാവും. സംഭവം മൊത്തത്തിൽ തിരിഞ്ഞുപോയി. കടയിൽ കഴിക്കാൻ വന്നവർ രണ്ടു കൂട്ടർ തമ്മിൽ പ്രശ്നമുണ്ടായി. കഴിഞ്ഞിപ്പം വന്നു കഴിയുമ്പോഴത്തേനും കടയും കടയുടെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരും ഒക്കെയാണ് ഇപ്പൊ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. എതിർ പാർട്ടിക്ക് എന്നാ പറയാനുള്ളത് അന്വേഷിച്ചിട്ട് വേണ്ട ഒരു വാർത്ത ചെയ്യാൻ. നിങ്ങളിവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിങ്ങൾ അന്വേഷിക്കണം, ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഉള്ളത് കേൾക്കണം. ഗുണ്ടകളെ പോലെ തോന്നിക്കുന്നവരെ വിളിച്ചു വരുത്തിയെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ ഫോട്ടോയാ വീഡിയോയിലാ കാണിച്ചിരിക്കുന്നത്. അവർ ഈ വീഡിയോയിൽ പറയുന്ന പോലെ പണവും സ്വാധീനവും ഉള്ളവര് എന്തും കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന. എറണാകുളത്തെയൊക്കെ കേസ് വെച്ചായിരിക്കും ചിലപ്പോൾ ഇവിടെ കമ്പയർ ചെയ്തായിരിക്കും ഇവിടെ പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഇവിടെ വിളിച്ചാൽ വരാനുള്ള ഗുണ്ടകളുമില്ല. നമസ്കാരം. തട്ടുകടയിൽ വിളമ്പിയ ബീഫ് റോസ്റ്റ് പഴകിയതാണെന്ന് ആരോപിച്ച് തട്ടുകടയിൽ വെച്ച് തർക്കവും പിന്നീട് സംഘർഷവും ഉണ്ടാകുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. പാലാ മഹാറാണി ജംഗ്ഷന് പ്രവർത്തിക്കുന്ന ജോയ്സ് ഫാസ്റ്റ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് വിനോദയാത്ര സംഘത്തിന് ഈ അനുഭവം ഉണ്ടായതായി അവർ വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേ തുടർന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയായിരുന്നു. സ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടും പോലീസ് കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രൈവറും സ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്കുമൊക്കെ മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ഇത് ഇപ്പോൾ ഈ വിഷയത്തിൽ ജോയ്സ് എന്ന കടയുടെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉടമ കൂടിയായ അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. താൻ ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം കൊടുത്തില്ല, ഈ വന്ന സംഘവും വിനോദയാത്രാ സംഘത്തിലെ ആളുകളുമായി മോശമായി സംസാരിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ എത്തിയ ആളുകളുമായാണ് തർക്കമുണ്ടായത്. പിന്നീട് ആ തർക്കം റോഡിലേക്ക് ഇറങ്ങുകയും അവിടെ സിനിമ കണ്ടതിന് ശേഷം വന്ന ആളുകളുമൊക്കെയായി വീണ്ടും തർക്കത്തിലേക്കും അത് കയ്യാങ്കളിയിലേക്കും ഒക്കെ പോവുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തുകയും ചെയ്തു. പോലീസ് എത്തുമ്പോൾ പോലീസും അവർക്കൊപ്പം നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം വരാപ്പുഴ സ്വദേശികളായ വിനോദയാത്രാ സംഘം പോലീസിന് നേരെ തട്ടിക്കയറുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇത് കണ്ടുനിന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഇവിടെ എത്തിയെന്ന് ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി നമുക്കൊപ്പമുണ്ട്. നാട്ടുകാരൻ കൂടിയായ അയാൾ ഈ സംഭവം അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നത് കേൾക്കാം. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു ആ സമയത്ത്. എന്താണ് അവിടെ സംഭവം? അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളങ്ങോട്ട് ഒച്ച കേട്ടോണ്ട് ഞങ്ങളങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരവിടെ കിടന്ന പെണ്ണുങ്ങളെല്ലാവരും കൂടെ ചീറി നിന്ന് ഇവരുടെ നാട്ടുകാരോട് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ആൾക്കാർക്കെല്ലാം ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. തന്നെയില്ല കാര്യങ്ങൾ എന്നാന്ന് ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞത് അവരെ തല്ലിയെന്നാണ് പറയുന്നത്. തല്ലി അത് കഴിഞ്ഞിട്ട് ബാക്കി തല്ലിയെന്ന് പറഞ്ഞ ആൾക്കാരോട് ചോദിച്ചാൽ തല്ലിയിട്ടൊന്നുമില്ല, പിടിച്ച് തള്ളിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേറെ ആർക്കണ്ട തെല്ലാൻ തുടങ്ങിയപ്പം കണ്ട് ഇവരുടെ മേത്ത് കൊണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. തല്ലുന്ന ഭാഗമൊന്നും നമ്മൾ കണ്ടില്ലെങ്കിലും ഇവിടെ ഇവർ കിടന്ന് ഓളം വെച്ച് ആകെപ്പാടെ മൊത്തം പ്രശ്നമാക്കിയതാണ്. അല്ലാതെ വേറെ കാര്യമൊന്നും അതിനകത്തുള്ള കേസല്ല. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരെ വിളിച്ചു. ആ മാഡം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കിടന്നിട്ട് ചീറി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് മാഡം അങ്ങനെ സംസാരിച്ചത്. അല്ലാതെ വേറെ അവരുടെ ഭാഗത്തൊന്നും വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് വെച്ചിട്ട് ഇവരിതിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ ജോയിച്ചേട്ടനെന്ന് പറഞ്ഞ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഈ കട നടത്തുന്നത് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഞാനൊരു 10-15 വർഷമായിട്ട് പുള്ളിയുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. തൊട്ടടുത്ത പ്രസ്ഥാനക്കാരനാണ്. എനിക്ക് ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. നാട്ടുകാരും സപ്പോർട്ടാണ്. പോലീസുകാരും വന്നിട്ടൊന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഇങ്ങനെയാണെന്ന് പറയുന്നെങ്കിൽ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് സാമാന്യം ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നലെ ഒരു വീഡിയോ വന്നായിരുന്നല്ലോ മറ്റേ കർമ്മ ന്യൂസിനകത്ത്. അതിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. പക്ഷേ ആ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരി ഏതാണ്ട് നേരിട്ട് കണ്ട രീതിയിൽ കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. യാതൊരു എതിർ പാർട്ടിക്ക് എന്നാ പറയാനുള്ളത് അന്വേഷിച്ചിട്ട് വേണ്ട ഒരു വാർത്ത ചെയ്യാൻ. നിങ്ങളിവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിങ്ങൾ അന്വേഷിക്കണം, ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഉള്ളത് കേൾക്കണം. അത് രണ്ട് കേട്ടിട്ട് അതിനകത്ത് യാഥാർത്ഥ്യം എന്താണോ അതാണ് പറയേണ്ടത്. അല്ലാതെ ചുമ്മാ ഈ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഇവിടെ CCTV ഉണ്ടല്ലോ, ആ HDFC ബാങ്കിൻ്റെ CCTV ഉണ്ട്. ആ വണ്ടി ആക്രമിച്ചു എന്നൊക്കെ പറയുന്നു. വണ്ടി ആക്രമിച്ചോ ഇല്ലെന്നുള്ള ആ CCTVക്കകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഒന്ന് ചോദിച്ചു ഞാൻ മനസ്സിലാവും. പുറത്തുനിന്നുള്ള ആളുകൾ വിളിച്ചു വരുന്നത് പറയാം. പുറത്തുനിന്ന് വരുന്ന ആളുകളെ വിളിച്ചു വരുത്താനുള്ള ശേഷിയുള്ള മനുഷ്യനല്ല അദ്ദേഹം. ഇവിടെ ഒരു നടത്തിയിട്ട് ഇയാൾക്ക് വേറെ ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ അവിടുത്തെ എറണാകുളത്തെയൊക്കെ കേസ് വെച്ചായിരിക്കും ചിലപ്പോൾ ഇവിടെ കമ്പയർ ചെയ്തായിരിക്കും ഇവിടെ പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഇവിടെ വിളിച്ചാൽ വരാനുള്ള ഗുണ്ടകളുമില്ല. ഇവിടെ ശാന്തമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോളേജിൽ വിളിച്ച് ഒരു ജീപ്പയിൽ ഇറങ്ങി വരുന്നത് സിനിമ സ്റ്റൈലിലൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പിള്ളേരും ടൗണിലുള്ള പിള്ളേർ ഇവിടെ ബഹളമൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും കൂടി ഓടി വരുന്നതാണ് ഇങ്ങോട്ട്. ഇവിടെ ഒരു തട്ടുകട അടുത്തായിട്ട് ഒരു തട്ടുകട കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരമായിട്ട് തട്ടുകടയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പിള്ളേരെല്ലാം ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട്, ഫാമിലി വരുന്നവരുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ പറയുമ്പോൾ അന്വേഷിച്ചിട്ട് വേണ്ട വാർത്തകളൊക്കെ ചെയ്യാൻ. ഇത് നമ്മള് അന്നേ ദിവസം ഞങ്ങള് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരുപാട് ഒച്ചപ്പാട് കേട്ടിട്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നത്. അന്നേരം ഇവര് തമ്മില് കുറച്ച് ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നവരും ഈ വണ്ടിയെ വന്നവരും തമ്മിൽ എന്തോ തർക്കം നടക്കുന്നതായിട്ട് കണ്ടു. ആ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ആണ്. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം ഇങ്ങനെ തർക്കമായി, ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു, തർക്കമായെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് ചോദിച്ചു കടക്കാരുമായിട്ടാണോ പ്രശ്നം, ആരുമായിട്ടാ പ്രശ്നം എന്ന് ചോദിച്ചു. അന്നേരം കടക്കാരുമായിട്ട് പ്രശ്നമില്ല, അവിടെ കഴിച്ചോണ്ടിരുന്നവര് എന്തോ പറഞ്ഞ് അവര് തമ്മിൽ തർക്കമായതാന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു കടയും കടക്കാരുമായിട്ട് പ്രശ്നമില്ലെങ്കിൽ, കാരണം ഇവര് ഒരു തല്ലിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം രണ്ടു കൂട്ടരും നല്ല ചൂടായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു കടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് നിങ്ങൾ എന്നാന്ന് സംസാരിക്കുക. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ പോലീസിനെയും വിളിച്ചായിരുന്നു. പോലീസ് വരുന്നുണ്ട്, അതുവരെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവര് വന്നു കഴിയുമ്പോൾ കാര്യം പറയാൻ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ മാറ്റി അങ്ങ് നിർത്തുകയത്. അപ്പൊ അങ്ങനെ HDFC ബാങ്കിന്റെ മുമ്പിലോട്ട് അങ്ങനെ അങ്ങ് പോയത്. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആകാതെ നാട്ടുകാർ കുറെ പേരുണ്ടായിരുന്നു, ഞാൻ മാത്രമല്ല, എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി അവരവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. അന്നേരവും നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നാന്ന് ചോദിക്കുമ്പോഴത്തേനും അവിടെ എന്തോ ഭക്ഷണം കഴിച്ചപ്പം ഒരു പ്ലേറ്റിൽ ഏതാണ്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. 10-17 പേരോളം ഉണ്ടായിരുന്നു. വേറെ ആരുടെയും കുഴപ്പമൊന്നും പറഞ്ഞതായിട്ട് കണ്ടില്ല. ആ ഒരു പ്ലേറ്റിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവര് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതുകൊണ്ടെങ്കിൽ നിങ്ങളത് പോലീസുകാരോട് പറയാ, ബാക്കി എന്നാ ചെയ്തോ, ഇവിടെ നമ്മൾ ഒച്ച എടുത്തിട്ട് കാര്യമില്ലോ എന്നും പറഞ്ഞ് നമ്മൾ മാക്സിമം മാറ്റി നിർത്തി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ പെണ്ണിനെ അടിച്ചു അത് കഴിഞ്ഞിട്ടാ അവര് പറയുന്നത്. അത് അടിച്ചതാണോ ഇല്ലോ എന്ന് നമുക്കറിയത്തില്ല. അപ്പം അതിനകത്ത് ഇവരുടെ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങൾക്കാർക്കട്ട് അടിച്ചപ്പോ പെണ്ണിട്ട് കൊണ്ടുവന്നാണെന്ന് അവർ പറയുന്നുണ്ട്. അതായിരിക്കാം കേട്ടോ, അത് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ പുള്ളിക്കാരത്തേക്ക് പരിക്കൊന്നുമില്ല, ഇന്ന ആളാന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു. ആള് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു വല്ല പരിക്കു വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും ഇല്ലാന്നും പറഞ്ഞു. പിന്നെ വേറൊരു പെൺകുട്ടി ഇവിടെ തല ഇറങ്ങി വീഴുന്ന പോലെ വന്നായിരുന്നു. അപ്പൊ അന്നേരം ഏതെന്നാ പറ്റി ചോദിച്ചപ്പോ അത് ഇങ്ങനെ ഈ ടെൻഷൻ ആകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒച്ചപ്പാടും ബഹളവും ഒക്കെ വന്നതുകൊണ്ട് അത് ടെൻഷൻ ആയത് അങ്ങനെ. അപ്പൊ ഫിറ്റ്സ് പോലെ ഏതാണ്ടാ എനിക്ക് തോന്നിയത്. അപ്പൊ ഇവിടെ വന്ന ഒരു ഓട്ടോയില് ഞങ്ങൾ കൈ കാണിച്ച ആ കുട്ടിയെ കാർമൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്തു. വേറെ ആരും ആ കൂട്ടത്തിൽ പോയതായിട്ട്, ആ കുട്ടിയുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അവര് കയറി പോവുകയും ചെയ്തു. വേറെ ആരും കയറി പോയതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ അവരെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അന്നേരവും അത് ഞാൻ ചോദിച്ചത് അടി കൊണ്ടത് വല്ലതും ആണോ എന്ന് ചോദിച്ചപ്പോ അല്ല, ആ കൊച്ചിന് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതാന്നാ പറഞ്ഞത്. ഈ ടെൻഷൻ ആകുന്ന രീതിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു പ്രായം കുറഞ്ഞ ഒരു മെലിഞ്ഞിട്ടൊരു കൊച്ചായിരുന്നു. അപ്പം ഇത്രയൊക്കെയാ ഇവിടെ നടന്നത്. പിന്നീട് ആണ് ഇത് നമ്മളത് കഴിഞ്ഞു പോയി എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിപ്പോ ഈ വീഡിയോയും കാര്യങ്ങളും എല്ലാം വന്നേച്ചിട്ട് ഇപ്പൊ നമ്മളെല്ലാരും ഇത് ഈ ആവശ്യമില്ലാതെ ഈ വീഡിയോക്കകത്ത് പോയി. അപ്പൊ ഞങ്ങള് ഇത് ഇവിടെ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ പോലീസുകാർ നമ്മളോട് പറഞ്ഞു അത് എടുക്കണ്ട, ഇനി അത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു പോലീസുകാരോട്, അവര് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, നാളെ ഇത് നമുക്ക് പ്രശ്നമായിട്ട് വരികയല്ലേ. ഇല്ല അങ്ങനെ വരികയില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ അതുകൊണ്ട് വീഡിയോയും എടുത്തില്ല. പക്ഷെ ഇപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജോയിച്ചേട്ടന്റെ കടയെ കുറിച്ചും എല്ലാമാണ്. അതായത് സംഭവം മൊത്തത്തിൽ തിരിഞ്ഞുപോയി. കടയിൽ കഴിക്കാൻ വന്നവർ രണ്ടു കൂട്ടർ തമ്മിൽ പ്രശ്നം ഉണ്ടായി. കഴിഞ്ഞിപ്പം വന്നു കഴിയുമ്പോഴത്തേനും കടയുടെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരും ഒക്കെയാണ് ഇപ്പൊ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ കാര്യം അത് ഒരുപക്ഷെ അവര് ആ കേസിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടൊക്കെ പറയുന്നതായിരിക്കാം. അല്ല, നമുക്കെതിരെ കേസ് വരാൻ സാഹചര്യമൊന്നും ഇല്ല. കാരണം ഇത് എന്നാ സംഭവിച്ചെന്നുള്ള ഇവിടെ എല്ലാം CC ക്യാമറയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംശയമില്ല. പിന്നെ ഇതിനകത്ത് കയ്യാങ്കളി ഉണ്ടായ 2-3 പേരുണ്ടെന്ന് പറയുന്നുണ്ട്. ആരാന്ന് ഇനി നമ്മൾ കണ്ടിട്ടില്ല. അവർക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ളത് എങ്ങനെയാന്നുള്ളത് അറിയത്തില്ല, അതിന്റെ നടപടികൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല. പിന്നെ നമുക്കുള്ള വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ജോയിച്ചേട്ടന്റെ തട്ടുകടയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന അവിടുത്തെ ഭക്ഷണം എല്ലാ ആഴ്ചയിലും കഴിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒത്തിരി പേര് ഈ യൂട്യൂബിൽ വരുന്ന ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്തവര് ഈ കടയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും വിഷമമുണ്ട്. കാരണം നമ്മള് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച മിക്കവാറും ഞാൻ ഇവിടെ വന്ന് കഴിക്കുന്നയാളാ. എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഇങ്ങനെ ഈ അറിയത്തും കേൾക്കത്തും ഇല്ലാത്തവരും എല്ലാം പറയുന്നു അത് കാണും. പിന്നെ നമുക്കാണേലും ഗുണ്ടകളെ പോലെ തോന്നിക്കുന്നവരെ വിളിച്ചു വരുത്തിയെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ ഫോട്ടോയാ വീഡിയോയിലാ കാണിച്ചിരിക്കുന്നത്. അപ്പൊ കേൾക്കുന്നവർ ഇത് ഒത്തിരി പേര് ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇതങ്ങ് വൈറലായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ആൾക്കാർ പകുതി പേരേലും നമ്മളാണ് ഇതിനകത്ത്
പ്രശ്നം ഉണ്ടാകുന്നല്ലേ തെറ്റിദ്ധരിക്കുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവര് തല്ലുകൊള്ളാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് രണ്ടു കൂട്ടരെ ഒന്ന് മാറി മാറി നിൽക്കുക. പോലീസ് വരുന്നിടം വരെ സമാധാനിക്കെന്ന് പറയാൻ വേണ്ടി ചെന്നവര്, പക്ഷെ വീഡിയോയിൽ അവരത് കഴിഞ്ഞിട്ട് അവരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേറെയാണല്ലോ. ആ എക്സ്പ്ലനേഷനും വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ വിചാരിക്കും നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അതൊക്കെയാണ് നമുക്കുള്ള ബുദ്ധിമുട്ടുകളുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും. പാലായെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. നമുക്ക് ഈ പാലായിലെന്ന് പറഞ്ഞാൽ നമ്മള് വളരെ ശാന്തമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ. പഴയ കഥകളും ഒക്കെ വെച്ചിട്ടായിരിക്കും ആൾക്കാർ പറയുന്നത്. നാടിന് ആകെ കൂടെ നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവമായിപ്പോയി. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉള്ള സ്ഥലമല്ല. നമ്മളെല്ലാരും ഇവിടെ തന്നെ വളരെ ശാന്തമായിട്ട് ജീവിക്കുന്നു. മറ്റു പല നാടുകളിലെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായ സ്ഥലമാണ്. അതേപോലെ അവർ ഈ വീഡിയോയിൽ പറയുന്ന പോലെ പണവും സ്വാധീനവും ഉള്ളവര് എന്തും കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് ഞങ്ങൾ അവരുടെ ഭക്ഷണം കഴിക്കുന്നതുമാണ്. അങ്ങേരെ എങ്ങനെയും ബിസിനസ്സും ചെയ്ത് എങ്ങനെയും ജീവിച്ചു പോകാൻ നോക്കുന്ന ഒരാളെ ഇപ്പൊ ഇങ്ങനെ തകർക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം കിട്ടുന്നത്? ഇപ്പൊ ഇവരിങ്ങനെ പറയുമ്പോൾ കുറെ പേരെങ്കിലും വിശ്വസിക്കുകയല്ലേ ഇതൊക്കെ ഉള്ളതാണെന്നുള്ളത്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോ അതിപ്പോൾ എന്നാ പറയാനാ, നാടിനും നാട്ടുകാർക്കും എല്ലാം നാണക്കേട്. അങ്ങനെ ഒരു സംഭവമേ ഉള്ളതല്ല. പിന്നെ അന്നത്തെ ഇവിടെ നമുക്കോ അല്ലെ ഈ CC ക്യാമറ എടുത്തു കഴിഞ്ഞാലോ ഒരുപക്ഷെ ഇവരുടെ പങ്കാളിത്തവും മനസ്സിലാകുമായിരിക്കാം. പിന്നെ അങ്ങനൊരു അന്വേഷണം നടത്തണം ആവശ്യമുണ്ട്. അന്വേഷണം നടത്തുന്ന മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. അവരിപ്പം മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ വേണ്ടി വരുമായിരിക്കാം. ഈ വിഷയത്തിൽ നാട്ടുകാരും പറയുന്നത് ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു പ്രശ്നക്കാരനല്ല ജോയിസ് ഹോട്ടൽ നടത്തുന്ന ജോയി എന്ന വ്യക്തി. അദ്ദേഹം 27 വർഷമായി ഭക്ഷണം കഴിക്കുന്നതാണ്. മാത്രമല്ല പൊതുവെ പാലായെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലില്ലാത്ത അതാണ്. അദ്ദേഹം ആളുകളെ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ കടയിൽ നിന്ന് ആളുകളുമായി തർക്കമുണ്ടാകുകയും പിന്നീട് റോഡിൽ വഴി വന്ന സിനിമ കണ്ടിറങ്ങി വന്ന ആളുകളൊക്കെയാണ് അവിടെ കൂടിയത്. പിന്നീട് ഈ സ്ത്രീകളുടെ സംസാരവും ഒക്കെ ആയതിനു ശേഷമാണ് അവർ പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ചതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളും ചെറിയ കയ്യാങ്കളിയൊക്കെ ഉണ്ടായത്. പിന്നീട് പോലീസ് എത്തുകയും ചെയ്തു. പോലീസ് ഇത് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തട്ടിക്കയറുകയായിരുന്നു. പോലീസിന്റെ അടക്കം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടില്ല. പോലീസ് പരിശോധന നടത്തുന്നു വരികയെന്നാണ് പാലാ SHO നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിന്റെ നിജസ്ഥിതിയാണ് നാട്ടുകാർക്ക് ഇപ്പോൾ പറയാനുള്ളത്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഗുണ്ട ആക്രമണങ്ങളൊന്നും സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടില്ല. ചെറിയൊരു തർക്കം ഹോട്ടലിലെ ഭക്ഷണ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുകയായിരുന്നു. ആ തർക്കം നാട്ടുകാരുമായി വരുമ്പോൾ അവരിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ കടയുടമ തന്നെ പറയുന്നുണ്ട് ആ ദൃശ്യങ്ങളിലൊന്നും തന്നെ കാണാറില്ല. താനോ തൻ്റെ കടയിൽ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങി അവരുമായി യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ജോയിസ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 27 വർഷമായി ഇവിടെ കട നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇത്തരത്തിൽ ഒരു അനുഭവം തൻ്റെ ഭാഗത്തു നിന്നും പഴകിയ ഭക്ഷണം നൽകുന്ന രീതിയിലുള്ളൊരു സമീപനം ഇതുവരെ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നതുള്ളതാണ്. ഈ കട വീണ്ടും അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഭവം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ കട പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായി അത് കട തുടർന്ന് പോവുകയാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഈ ജോയിസിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ പോലീസ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുമുണ്ട്. എങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വന്ന് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീടുള്ള അന്വേഷണത്തിൽ നിന്ന് മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പാലാ.